ഹലോ എവ്രി വൺ. ഇന്ന് നമുക്ക് LDC പ്രിപ്പറേഷനിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 + 2 + 3 + എക്സെട്ര + 50 എത്രയാണെന്നുള്ളതാണ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക എന്നുള്ളതാണ്. നമുക്കറിയാം എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള ഇക്വേഷൻ എന്തെന്ന് പറയുന്നത് എന്താണ്? n × n+1/2 എന്നുള്ളതാണ് അല്ലേ. അത് ഒറ്റ സംഖ്യകളാവുമ്പോൾ n² എന്നാണ്, ഇരട്ട സംഖ്യകളാവുമ്പോൾ എന്താണ്? n × n+1 എന്നാണ്. സാധാരണ എണ്ണൽ സംഖ്യകൾ ആണെന്നുണ്ടെങ്കിൽ n × n+1/2 എന്നുള്ളതാണ് ആദ്യ എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള ഇക്വേഷൻ. ഇവിടെ എത്രയാണ്? 50 വരെയുള്ള എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ ഇവിടുത്തെ n എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ അതിൻ്റെ തുക എന്ന് പറയുന്നത് എന്താണ്? 50 × 51, 50 + 1 51/2 എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്യുമ്പോൾ 51 × 25 എന്ന് വരും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 51 × 25 ഇതായിരിക്കും ഉത്തരം കിട്ടുക. ഒന്ന് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം. എന്നാലും നമുക്ക് 1 5 2 2 5 10 5 7 2 1275 ഉത്തരം കിട്ടി നമുക്ക്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. 9 - പിന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 8 - പിന്നെ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 8 - 6 × 2/4 എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് ബോർഡ് മാസ് റൂൾ വെച്ച് ചെയ്യാനുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ബോർഡ് മാസ് റൂളിൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതാണ് ആദ്യം ചെയ്യുക അല്ലേ. അപ്പോൾ ആദ്യം ഈ ഒരു ബ്രാക്കറ്റ്, പക്ഷേ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് ആദ്യം ചെയ്യാം. ഇത് എന്ത് 8 - 6 × 2 എന്ന് പറയുന്നത്. അത് ചെയ്യുമ്പോൾ ഇതിൽ തന്നെ മൈനസും ഉണ്ട് ഇൻറ്റു എന്നുള്ളതും ഉണ്ട്. അപ്പോൾ അവിടെ ആദ്യം ഏതാ ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലേ. ബോർഡ് മാസ് റൂൾ നോക്കുമ്പോൾ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ലാസ്റ്റാണ്, അതിന് മുന്നേ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യാം. അതായത് 8 - 6 × 2 എത്രയാണ്? 12. അപ്പോൾ 8 - 12 - 4 എന്ന് തോന്നും. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്? -4 ആണ്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി എഴുതാം. 9 - പിന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 8 - ഇതിപ്പോൾ എത്രയാണ് കിട്ടുക നമുക്ക്? -4. 8 - -4 ÷ 4 എന്നുള്ളത്. ഇതിപ്പോൾ ഒറ്റ വാല്യൂ ആയിട്ട് -4 എന്നുള്ളത് ഇരിക്കട്ടെ. ഇനി ഇവിടെ എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ചെയ്യാം. അപ്പോഴും ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഡിവിഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഈ ഡിവിഷൻ ചെയ്യാം, ഇത് ചെയ്യാം. അപ്പോൾ എന്ത് വരും? -4/4 എന്ന് പറയുന്നത് എന്താണ്? -1 അല്ലേ. അപ്പോൾ ഇവിടെ ഇത് ചെയ്തു വരുമ്പോൾ 9 - ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 8, ഇവിടെ ഒരു മൈനസ് ഉള്ളത്, ഇതെന്താണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്? -1. 8 - -1. അപ്പോൾ എന്ത് വന്നു? 9 - 8 - -1 എത്രയാണ്? 8 + 1 അല്ലേ, അതായത് 9. അപ്പോൾ 9 - 9 0. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ 0. അടുത്ത ചോദ്യം നോക്കാം. 0.1 എത്ര ശതമാനമാണ് 0.01 എന്നുള്ളത്? നമുക്ക് നോക്കാതെ തന്നെ അറിയാം, ഇതിപ്പോൾ ചെയ്ത് നോക്കാതെ തന്നെ അറിയാം. ഉത്തരം ഡി ആയിരിക്കും, 10 ആയിരിക്കും കിട്ടുക. അതായത് 0.1 10% 0.01 എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും. എന്നാലും നമ്മളെങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അറിയാമെന്നുള്ള വെച്ചാൽ ഇങ്ങനെ ശതമാനം എങ്ങനെ കാണുക? 0.1 എത്രയോ ശതമാനം, ഇതാണ് നമുക്ക് കണ്ടത്. എക്സ് ആയിട്ടിരിക്കട്ടെ. x/100 എന്ന് പറയുന്നത് എത്രയാണ്? 0.01 തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എക്സിനെ കാണാൻ എന്ത് ചെയ്യുക? എക്സ് = 0.01 ഇൻറ്റു ഈ 100നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു 100, പിന്നെ ഈ 0.1നെ ഇങ്ങോട്ട് വരുമ്പോൾ 0.1 എന്ന് തോന്നുന്നു അല്ലേ. 0.01 × 100 എത്രയാണ്? നമ്മളെങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്യാം? ദശാംശ സംഖ്യകളെ മൾട്ടിപ്പിൾ ചെയ്യുക. ആദ്യം ഇവിടെ 1 ആണുള്ളത്, 100നെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 100 എന്ന് കിട്ടും. ഇവിടെ എത്ര പോയിന്റ് ഉണ്ട്? 1 2. അപ്പോൾ 2 പോയിന്റ് മാറ്റിയിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1/0.1 എന്നായി. എങ്ങനെ? 1/0.1 എന്നായി. ഇവിടെ 0.1 എന്ന് പറയുന്നത് എത്രയാണ്? 1/10 ആണ് അല്ലേ. അപ്പോൾ 1/1/10 എന്ന് പറയുന്നത് എത്രയായിരുന്നു? 10 എന്ന് വന്നു. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 10. അടുത്ത ചോദ്യം നോക്കാം. x⁻0.7 / 48 = 36/x⁻2.3 ആയാൽ എക്സിൻ്റെ വില എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇങ്ങനെ ഇതിനെ ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്പിൾ അല്ല, ഇതിനെ ഇങ്ങോട്ടും ഇതിനെ ഇങ്ങോട്ടും കൊടുത്തിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? x⁻0.7 ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഈ എക്സിനെ. അപ്പോൾ ഇവിടെ ഉള്ളത് ഡിവിഷൻ ആണല്ലോ, അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ ഇൻറ്റു x⁻2.3 = 36. ഈ 48നെ ഇങ്ങോട്ടും കൊണ്ടു 48. അങ്ങനെയായില്ലേ. അപ്പോൾ നമുക്ക് അറിയാം x⁻a × x⁻b നമുക്ക് എങ്ങനെ എഴുതാം? x⁻a + b എന്ന് എഴുതാം. ഇവിടെ 2.3 + 0.7 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? x⁻3 x³ എന്ന് പറയുന്നത് 36 × 48 ആണ്. ഇത് നമുക്ക് ആ വാല്യൂ കാണാം. 48 × 36 അത് എത്രയായിരിക്കും?
എണ്ണാറ് 48 4 6 4 24 4 28 3 24 4 ശിഷ്ടം 2 3 4 12 2 14 8 2 1728. അപ്പോൾ ഏതിൻ്റെ ക്യൂബായിരിക്കും 1728 എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാതെ നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് കാണാം. 10ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 1000ആണ്. അപ്പോൾ ഇതല്ല. 70ൻ്റെന്നാണ്. അപ്പോൾ 70 ലാസ്റ്റ് 0ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്താലും ക്യൂബ് എടുത്താലും ഒക്കെ എന്തായിരിക്കും ലാസ്റ്റ് 0 വരുള്ളൂ. അപ്പോൾ ഇതും അല്ല ഓപ്ഷൻ. ഇനി 23ൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23ലെ ലാസ്റ്റ് നമ്പർ 3ആണ്. ലാസ്റ്റൊക്കെ 3ആണ്. അപ്പോൾ 23ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് 3ൻ്റെ ക്യൂബായിട്ടുള്ള 27ലെ ലാസ്റ്റ് നമ്പറായിട്ടുള്ള 7 ആയിരിക്കും വരിക. അപ്പോൾ ഇതായിരിക്കില്ല, ഉത്തരം 12 ആയിരിക്കും. അപ്പോൾ ഇതും അല്ല ഇതും അല്ല ഇതും അല്ലെങ്കിൽ ഉത്തരം ഏതായിരിക്കും കിട്ടുക? 12 ആയിരിക്കും കിട്ടുക. അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. 12ൻ്റെ സ്ക്വയർ എത്രയാണ്? 144. 144 × 12 എന്ത് വരും? 24 8 4 8 1 2 2 4 4 8 4 12 2 4 6 3 7 1728 ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി 12. അടുത്ത ചോദ്യം നോക്കാം. ഒരു സാധനത്തിൻ്റെ വില 80 രൂപ. ഇതിൻ്റെ വില 25% കൂടി. അതിനുശേഷം കൂടിയ വില 25% കുറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ വില എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 80 രൂപയാണ് ആദ്യം. അതെന്ത് ചെയ്തു? 25% വില കൂടി. അതിൻ്റെ 25% വില കൂടി എന്ന് പറയുമ്പോൾ അപ്പോൾ ആദ്യം അതിൻ്റെ 25% നോക്കാം നമുക്ക് എത്രയാണെന്നുള്ളത്. 80 × 25/100. ഇവിടെ ഒന്ന് ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 4, ഇവിടെ 5, 5ഉം 25ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 5. അപ്പോൾ 4 × 5 എന്ത് വന്നു? 20. അപ്പോൾ 80ൻ്റെ 25% പറയുന്നത് 20ആണ്. അതെന്ത് ചെയ്തു? കൂടെ ചെയ്ത്. അപ്പോൾ 80ൻ്റെ കൂടെ 20 കൂടി എത്ര രൂപയായി? 100 രൂപയായിട്ടോ. ഇനി എന്ത് ചെയ്തു? അതിൻ്റെ 25% കുറഞ്ഞു. 100ൻ്റെ 25% എന്ന് പറയുന്നത് എത്രയാണ്? 100 തന്നെയാണ് അല്ലേ? 100ൻ്റെ 25% എന്ന് പറയുന്നത് 25 രൂപ തന്നെയാണ് അല്ലേ? അതെന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ 100ൽ നിന്ന് അതിൻ്റെ 25% 25 രൂപ കുറഞ്ഞ് അവിടെ ഇപ്പോൾ എന്തായി? 75 രൂപയായി. അപ്പോൾ ഇപ്പോഴത്തെ വില എന്താണ് അവിടെ? 75. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ 75. അടുത്ത ചോദ്യം. ജൂണിനെ VKFO എന്നുള്ളതുകൊണ്ട് എഴുതാം. അനിമലിനെ JOB MBN എന്നുള്ളതുകൊണ്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ ടൈമിനെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് മാറ്റി എഴുതാന്നത്. ജൂണിനെ J കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ഏതാണ്? K ആണ്. J കഴിഞ്ഞിട്ടുള്ള ഇതിലല്ല. J കഴിഞ്ഞിട്ട് നമ്മൾ ABCD ആൽഫബറ്റ്സ് പറയില്ലേ, അത് കഴിഞ്ഞ് J കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് ഏതാണ്? K ആണ്. അതിനെ നമ്മൾ സെക്കൻഡ് ലെറ്റർ ആയിട്ട് എഴുതി. അതേപോലെ U കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ഏതാണ്? V ആണ് അല്ലേ? അതിന് നമ്മൾ ഫസ്റ്റ് ലെറ്റർ ആയിട്ട് എഴുതി. എങ്ങനെ? ഇവിടെ ഉള്ളതിൻ്റെ ഫസ്റ്റിൻ്റെ അടുത്ത ലെറ്റർ സെക്കൻഡ്, ഇവിടെ ഉള്ളതിൻ്റെ നെക്സ്റ്റ് ലെറ്റർ ഫസ്റ്റ് എഴുതി. അതേപോലെ ഇവിടെ Nനെയും Eനെയും മാറ്റി എഴുതാം കേട്ടോ. N കഴിഞ്ഞിട്ട് അടുത്തത് O, അതിനെ സെക്കൻഡ് ലെറ്റർ ആയിട്ട് എഴുതി. E കഴിഞ്ഞിട്ട് F ഫസ്റ്റ് ലെറ്റർ ആയിട്ട് എഴുതി. VKFO അങ്ങനെ തന്നെയല്ലേ കിട്ടിയത്? അപ്പോൾ എങ്ങനെയാണ്? Jനെ അതിൻ്റെ തൊട്ടടുത്ത നമ്പറിനെ ലെറ്ററിനെ രണ്ടാമത്തെ നമ്പറും യുവിൻ്റെ തൊട്ടടുത്ത ലെറ്ററിനെ ആദ്യത്തെ നമ്പറും അതേപോലെ ഇങ്ങനെ മാറ്റി എഴുതി. ഇനി നമ്മൾ ആനിമലിനെ എങ്ങനെ മാറ്റുന്നത് വെച്ചാൽ ആനിമലിനെ 3 ഉള്ളതാക്കി മാറ്റിയിട്ടോ. എന്നിട്ട് ഫസ്റ്റ് ലെറ്ററിനെ ഇങ്ങനെ തൊട്ടടുത്ത നമ്പർ മൂന്നാമത്തേക്കും, മൂന്നാമത്തേൻ്റെ ഫസ്റ്റിക്കും, രണ്ടാമത്തേൻ്റെ തൊട്ടടുത്ത ലെറ്റർ ഇതിക്കും എങ്ങനെ പറഞ്ഞുതരാം. എങ്ങനെ പറയുമ്പോൾ മൊത്തം കൺഫ്യൂഷൻ ആവും. A കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ഏതാണ്? B. അതിനെ മൂന്നാമത്തേക്ക് മാറ്റി. N കഴിഞ്ഞിട്ട് O, അതിനെ അതിൽ തന്നെ എഴുതി. I കഴിഞ്ഞിട്ട് J, അതിനെ ഫസ്റ്റത്തേക്ക് മാറ്റി. ഈ മൂന്നും ഇതിവിടെ സെയിം അല്ലേ? അതെ. ഇനി അതേപോലെ ഇതിനെയും കൂടി മാറ്റി എഴുതാം കേട്ടോ. M കഴിഞ്ഞിട്ട് അടുത്തത് N, മൂന്നാമത്തെ ലെറ്ററിലേക്ക് മാറ്റി. A കഴിഞ്ഞിട്ട് B, അത് ഇവിടെ തന്നെ എഴുതി. L കഴിഞ്ഞിട്ട് M, അത് ഇവിടേക്ക് എഴുതി. ഇതന്നെയല്ലേ കറക്റ്റ് കിട്ടിയത്? മനസ്സിലായോ എങ്ങനെയാണ്? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈമിനെ എങ്ങനെയായിരിക്കും മാറ്റി എഴുതുക? ടൈമിനെ T കഴിഞ്ഞിട്ട് U, അതിനെ രണ്ടാമത്തേക്ക്. I കഴിഞ്ഞിട്ടുള്ള ലെറ്റർ J, അതിനെ ഫസ്റ്റത്തേക്ക് മാറ്റി അല്ലേ? M കഴിഞ്ഞിട്ട് N, അതിനെ രണ്ടാമത്തേക്ക്. E കഴിഞ്ഞിട്ട് F, അതിനെ ഫസ്റ്റ് ഇവിടേക്ക് മാറ്റി എഴുതി. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് JUFN. അത് ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ ഇങ്ങനൊരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ എന്നുള്ളതിനെ എങ്ങനെയായിരിക്കും മാറ്റുക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അടുത്ത ചോദ്യം. 2008 ജനുവരി 1 ചൊവ്വാഴ്ചയാണെങ്കിൽ 2009 ജനുവരി 1 ഏത് ദിവസമാകുമെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവ തമ്മിലുള്ള ദിവസത്തിൽ എത്ര ഗ്യാപ്പ് ഉണ്ട് നോക്കുക. എന്നിട്ട് നമ്മൾ 7 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് അവിടെ വരുന്ന ശിഷ്ടം
എത്ര ദിവസമാണോ അത് ഈ ചൊവ്വാഴ്ചേൻ്റെ കൂടെ ആഡ് ചെയ്യാം. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാം. അപ്പോൾ 2008 ജനുവരി 1 മുതൽ 2009 ജനുവരി 1 വരെ എത്ര ദിവസം ഉണ്ട് നോക്കാം. അപ്പോൾ ജനറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം ടൈം ഉണ്ട് അല്ലേ, ഒരു വർഷം 365 ദിവസം. പക്ഷേ ഇവിടെ 2008 എന്ന് പറയുന്നത് എന്താണ്, അധിവർഷമല്ലേ, 4 കൊണ്ട് ഇതിനെ സുഖമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ, അപ്പോൾ ഇതൊരു അധിവർഷമാണ്. അപ്പോൾ 2008 ഫെബ്രുവരിയിൽ അവിടെ എന്തുണ്ടായിരിക്കും, 29 ദിവസം ഉണ്ടായിരിക്കും. അപ്പോൾ ആ വർഷത്തിലെ എത്ര ദിവസം ഉണ്ടായിരിക്കും, 366 ദിവസം ഉണ്ടായിരിക്കും, അധിവർഷമാണല്ലോ. അപ്പോൾ ഈ 2008 ജനുവരി 1 മുതൽ 2009 ജനുവരി 1 വരെ എത്ര ദിവസമുണ്ട് അവിടെ, 366 ദിവസമുണ്ട്. ഇനി നമുക്ക് ഇത് 2009 ജനുവരി 1 ഏത് ദിവസമാവും ആവുമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് 366നെ 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 7 35 16 27 14, ശിഷ്ടം വരുന്നത് 2 ആണ്. ഈ 2 ഏതിൻ്റെ കൂടെ ആഡ് ചെയ്യുക, 2 ദിവസം ചൊവ്വാഴ്ചയുടെ കൂടെ ആഡ് ചെയ്യുക. ചൊവ്വ കഴിഞ്ഞാൽ ബുധൻ 1, വ്യാഴം 2. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഏതായിരിക്കും, ഓപ്ഷൻ സി വ്യാഴം. ചോദ്യം എന്ന് പറയുന്നത് 3:108, അംശബന്ധം അല്ല കേട്ടോ, 3:108 എന്തൊരു ബന്ധത്തിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ 500ന് സമാനമായിട്ടുള്ള നമ്പർ ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. 108നെ നമുക്ക് എങ്ങനെ എഴുതാം, 3 ക്യൂബ് ഇൻറ്റു 4 എന്ന് എഴുതാം. അതായത് 27 ഇൻറ്റു 4, 7 4 28, 24 8 2 10, 108 ശരിയല്ലേ? അതെ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 500നെയും ഇതേപോലെ എഴുതാൻ പറ്റണം. നോക്കുമ്പോൾ 500നെ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ, 5 ക്യൂബ് ഇൻറ്റു 4, 5 ക്യൂബ് എന്ന് പറയുന്നത് 125, 125 ഇൻറ്റു 4 എത്രയാണ്, 500 അല്ലേ? അപ്പോൾ 3 ക്യൂബ് ഇൻറ്റു 4, 5 ക്യൂബ് ഇൻറ്റു 4, ഈ ഒരു ഓർഡറിൽ നമുക്കിത് എഴുതാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സംഖ്യ ഏതായിരിക്കും, ഈ 5. 108നെ നമുക്ക് ഇങ്ങനെ 3 എന്നുള്ള രീതിക്ക് എഴുതിയെങ്കിൽ 500നെ നമ്മളിവിടെ എന്തുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക, 5. വേറെയും രീതിയിൽ പറ്റുണ്ടാവുമായിരിക്കും, എനിക്ക് തോന്നുന്നത് ഈ വഴിയായിരിക്കുമെന്നാണ്. ഇതിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ പിന്നെ അത് നോക്കണ്ടല്ലോ. അപ്പോൾ ഇതിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ എ ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിയുടെ മകളാണെന്നുള്ളതാണ്. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ ബിയുടെ ഭർത്താവാണെന്നുള്ളതാണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ ബിയുടെ സഹോദരിയാണെന്നുള്ളതാണ്. അപ്പോൾ പി പ്ലസ് ക്യൂ മൈനസ് ആർ ഇൻറ്റു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് നോക്കാം കേട്ടോ. ഇവിടെ ആർ ഇൻറ്റു എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആർ ഇൻറ്റു എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പോയാലും എങ്ങനെ പോയാലും ഒക്കെ നോക്കുമ്പോൾ ശരിയായിട്ട് വരും. ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി പ്ലസ് ക്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, എ പ്ലസ് ബി പറഞ്ഞാൽ എ ബിയുടെ ഭർത്താവാണ്. അപ്പോൾ ഇവിടെ പി ആരുടെ ഭർത്താവാണ്, ക്യൂവിൻ്റെ ഭർത്താവാണ് കേട്ടോ. പി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ ഭർത്താവാണ്, ക്യൂവിൻ്റെ ഭർത്താവാണ്. ഇനി ക്യൂ മൈനസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്യൂ എന്ന് പറയുന്നത് ആറിൻ്റെ സഹോദരിയാണെന്നുള്ളത്. ക്യൂ മൈനസ് ആർ എന്ന് പറഞ്ഞാൽ ക്യൂ എന്ന് പറയുന്നത് ആറിൻ്റെ സഹോദരിയാണെന്നുള്ളത്. അങ്ങനെയാണല്ലോ മൈനസിനെ. അപ്പോൾ ക്യൂ ആറും സഹോദരങ്ങളാണ്. ക്യൂ എന്ന് പറയുന്നത് ആറിൻ്റെ സഹോദരിയാണ്, ക്യൂവും ആറും സഹോദരങ്ങളാണ്. ഇനി ഇവിടെ ആർ ഇൻറ്റു എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോൾ എന്താണ്, എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എ ബിയുടെ മകളാണെന്നുള്ളത്. ആർ ഇൻറ്റു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എന്ന് പറയുന്നത് എസിൻ്റെ മകളാണെന്നുള്ളതാണ്. അപ്പോൾ ആർ എന്ന് പറയുന്നത് ആരുടെ, എസിൻ്റെ മകളാണ്. ക്യൂവും ആറും സഹോദരങ്ങളാണ്. എസിൻ്റെ മകളാണ് ആറ്. അപ്പോൾ എസിൻ്റെ ആരായിരിക്കും, മകളായിരിക്കും ക്യൂ എന്ന് പറയുന്നത് അല്ലേ. ക്യൂവിൻ്റെ ഭർത്താവാണ് പി എന്ന് പറയുന്നത്. എസിൻ്റെ മക്കളാണ് ക്യൂവും ആറും. ക്യൂവിൻ്റെ ഭർത്താവാണ് പി എന്ന് പറയുന്നത്. അപ്പോൾ എസിൻ്റെ ആരായിരിക്കും, പി എന്ന് പറയുന്നത് എസിൻ്റെ മരുമകനായിരിക്കും അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി പി എന്ന് പറയുന്നത് എസിൻ്റെ മരുമകനായിരിക്കും. അതായത് എസിൻ്റെ മക്കളാണ് ക്യൂവും ആറും, ക്യൂവിൻ്റെ ഭർത്താവാണ് പി. അപ്പോൾ പി എന്ന് പറയുന്നത് എസിൻ്റെ മരുമകനാണ്.